വിഷയം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കറുകപുത്തൂര് ഉയർന്നു വന്ന വിവാദവുമായി. അതായത് എൻ്റെ ഇപ്പോൾ ഞാൻ താമസിക്കുന്നതിന് അടുത്ത് ഉള്ളൊരു പ്രദേശമാണ് കറുകപുത്തൂർ. മാത്രമല്ല എനിക്ക് ഒരുപാട് ബന്ധങ്ങളും കുടുംബങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ്. അവിടെ ചികിത്സാ ഫണ്ടുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായിട്ടുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ചില വീഡിയോകളും അതുപോലെ തന്നെ ചില പ്രചരണങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ആ വിഷയം അറിയുന്നത്. ആ ഒരു വിഷയം ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം താങ്കൾക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ, ഉയർന്നു വന്ന വിവാദങ്ങൾ, ഞാൻ 100% അതിനെ തള്ളിക്കളയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എങ്കിലും എനിക്ക് താങ്കളോട് ചോദിക്കേണ്ടതുണ്ട്, പൊതുസമൂഹത്തോട് താങ്കൾക്ക് ചില കാര്യങ്ങൾ താങ്കൾ പറയേണ്ടതുണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ കാരണം ആ വീഡിയോ പുറകിൽ പ്രവർത്തിച്ച, അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് ഒന്ന് പീപ്പിൾ വോയിസ് കേരള എന്ന് പറയുന്ന ഒരു FB പേജിലാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. അൽബാബ് എന്ന് പറയുന്ന കക്ഷി, അതുപോലെ നൗഷാദ് തക്കീൽ എന്ന് പറയുന്ന ഒരു കക്ഷി. ഇവരെ കുറിച്ച് ഞാൻ കൃത്യമായി നേരത്തെ ചില വാർത്തകൾ ചെയ്തിരുന്നതാണ്. അതായത് ഇവിടെ ഇന്ന് നമ്മൾ വല്ലാതെ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ലഹരി മാഫിയയാണ് നമ്മൾ ഭയപ്പെടുന്നത്. ഈ ലഹരി മാഫിയയുടെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചിരുന്ന, ഒരു സമയത്ത് സ്വാമിയാകും, മറ്റൊരു സമയത്ത് ഇവിടെ തൊപ്പി വെച്ച് ഒരു മുസ്ലിമിൻ്റെ വേഷത്തിലായിരിക്കും, അങ്ങനെ പല വേഷത്തിൽ നടക്കുന്ന ഒരു ഇതര സംസ്ഥാനക്കാരനായിട്ടുള്ള ഒരു കക്ഷി. എത്ര പ്രായമുണ്ട് എന്നറിയില്ല, വികലാംഗനായിട്ടുള്ള. അതെ അതെ, പലപ്പോഴും ഇദ്ദേഹത്തെ പല വേഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ ഞാൻ പല ഘട്ടങ്ങളിലായി കൊടുത്തു. ഈ ഒരു കക്ഷിയെ കാണിച്ചുകൊണ്ട് നൗഷാദ് തക്കലിൻ്റെ അക്കൗണ്ടിലേക്ക് വലിയൊരു തുക തിരിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. പിന്നീട് ആ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഫണ്ട് തട്ടിയ ആളുകളാണ് താങ്കളെ വിമർശിച്ച് രംഗത്തെത്തിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിശ്വാസ്യത അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കേണ്ട ഒരു സാഹചര്യമില്ല. എങ്കിൽ കൂടാതെ ആളുകൾക്ക് മുഴുവൻ അറിയില്ല, എല്ലാ ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് കറുകപുത്തൂരിൽ സംഭവിച്ചത്? മറ്റ് പൊതുസമൂഹത്തോട് താങ്കൾക്ക് ആ വിഷയവുമായി എന്തെങ്കിലും പറയാം? ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കറുകപുത്തൂരിലെ മുത്തുമോന്റെ വിഷയമാണ്. മൈത്ര ഹോസ്പിറ്റലായിരുന്നു, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു, ലുക്കീമിയ ആയിരുന്നു. ആ പ്രിയപ്പെട്ട കുട്ടിയുടെ അവസ്ഥ പറഞ്ഞ് വിളിക്കുന്നത് അവിടുത്തെ ഡോക്ടറാണ്. കാരണം പാവപ്പെട്ട അത്തരം ആളുകൾ വരുമ്പോൾ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ പൈസ ഇല്ലാത്ത സമയത്ത് ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ച് ഇത്തരം ഡോക്ടർമാരൊക്കെ വിളിക്കാൻ. അതിനുശേഷം മുത്തുമോനൊക്കെ എന്നെ ബന്ധപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ നേരിട്ട് വന്ന് ഒന്നിപ്പം ചെയ്യില്ല, ജനകീയ കമ്മിറ്റി നിങ്ങൾ രൂപീകരിക്കണം. അതിനുശേഷം ഞാൻ അവിടെ വരാം. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി 10 ലക്ഷം രൂപയായിരുന്നു ആ മുത്തുമോൻ്റെ ചികിത്സയുമായി അവിടെ പെൻഡിങ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട ഒരു ഗതികേട് അവസ്ഥയിലായിരുന്നു ആ കുടുംബം. ഞാൻ അവിടെ പോയി 10 ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി ഞാൻ ഏറ്റെടുത്തു. വളരെ പെട്ടെന്ന് നിങ്ങൾ എന്ത് സംഭവം നടന്നാലും പണം ഞാൻ സംഘടിപ്പിച്ചു തരുമെന്ന് ഹോസ്പിറ്റൽ അധികൃതരോട് പറഞ്ഞു. അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ജനകീയ കമ്മിറ്റി തുടക്കം കുറിച്ചു. കേരളത്തിൻ്റെ എക്സൈസ് മിനിസ്റ്റർ ബഹുമാന്യനായ MP രാജേഷ് അവർകളടക്കം അവിടെ വന്നു ജനകീയ കമ്മിറ്റിയുടെ വീഡിയോയിൽ പങ്കെടുത്തു. ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവച്ചു. പല തുള്ളി പെരുവെള്ളമായി ക്രൗഡ് ഫണ്ട് രൂപീകരിച്ചു. 75 ലക്ഷത്തോളം 79 ലക്ഷത്തോളം രൂപ നമ്മൾ സമാഹരിച്ചു. ആ സമാഹരിച്ചു ലൈവൊക്കെ ഇട്ടു. നമ്മൾ അന്നും എടുത്ത നിലപാട്, അതിന് മുമ്പ് നമ്മൾ ചെയ്ത 2-3 വീഡിയോ ഉണ്ടായിരുന്നു. ഒരു 50-60 ലക്ഷം രൂപ ആയപ്പോഴേക്ക് ഇതിനാവശ്യമുള്ളത് എസ്റ്റിമേറ്റ് പ്രകാരം 50 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ ഓൾറെഡി ഇതിൻ്റെ അവിടെ ബാധ്യതയുണ്ട്. 60 ലക്ഷം രൂപ. ഞാൻ അതിന് മുമ്പ് ചെയ്ത 2-3 കേസുകളിൽ 50 ലക്ഷം പറഞ്ഞിട്ടും അത് 90-ലേക്കൊക്കെ പോയിട്ടുണ്ട്. കാരണം സർജറി കഴിഞ്ഞാൽ ചില രോഗികൾക്ക് ഇൻഫെക്ഷൻ ബാധിക്കും, വിദേശത്ത് നിന്ന് മരുന്നൊക്കെ എടുക്കേണ്ടി വരും, കുത്തിവെക്കേണ്ടി വരും. പിന്നീട് ഈ കുടുംബം എന്താക്കാൻ പാടില്ല, കൈ നീട്ടാൻ പാടില്ല. അപ്പം നമ്മളൊരു ഡേറ്റ് വെച്ചു. ആ ഡേറ്റിൽ നമ്മളിത് ടോട്ടൽ കളക്ഷൻ, പ്രാദേശികമായ റെസീപ്റ്റുകളും പ്രാദേശികമായ കളക്ഷനുകളും എല്ലാം കൂടി ഞാൻ അവിടെ പോയി നേതൃത്വം കൊടുത്തു. ഓരോ ക്ലബ്ബുകാരുടെ അടുത്തൊക്കെ പോയി നേതൃത്വം കൊടുത്ത് ജനകീയ കമ്മിറ്റിയോടൊപ്പം പ്രവർത്തിച്ചപ്പോൾ 79,65,823 രൂപ അവിടുന്ന് അത് കൊടുത്തു. വളരെ രീതിയിൽ അവിടെ സമാഹരിച്ചു. അത് നേതൃത്വം അവിടെ അവസാനിച്ചു. അന്ന് തിരിച്ചു പോരാൻ പോകുന്ന സമയത്ത് മുത്തുമോന്റെ ഉപ്പയുടെ നിർബന്ധപ്രകാരം കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ചെയർമാനും അവിടുത്തെ ട്രഷററും കൺവീനറും സഹ ആളുകളും എല്ലാവരും ഒന്നുമില്ല, 33 അംഗ കമ്മിറ്റിയിൽ എല്ലാവരും ഒന്നുമില്ല, പ്രധാനപ്പെട്ട ആളുകൾ 3 ലക്ഷം രൂപ പ്രവർത്തനങ്ങൾക്കായിട്ട്, ഇപ്പോൾ സാറ് കണ്ടു കാണാം ഓഫീസിൽ വരുന്ന ആളുകൾ, നമ്മളെ മുമ്പിലേക്ക് വരുന്ന രോഗികൾ, അതിൽ നിന്ന് 2 ലക്ഷം രൂപത്തോളം ഒരു വീട് പണിയിലേക്ക് ഇപ്പോൾ 2 ലക്ഷത്തിന് മുകളിൽ ഇപ്പോൾ എടുത്ത് ചെലവഴിച്ച് കളഞ്ഞു. അത് മാത്രമല്ല നമ്മുടെ മുമ്പിലേക്ക് വരുന്ന 1000-500 ഒക്കെ വേണ്ട ഒത്തിരി ആളുകൾക്ക്, അതേപോലെ നമ്മൾ പോകുന്ന വഴിയിലുള്ള ആളുകൾക്കൊക്കെ സഹായങ്ങളുമായിട്ട് വരും. ഞാനൊരു യൂട്യൂബർ അല്ല, ഒരു വീഡിയോ വീട്ടിൽ കുത്തിരുന്ന് ഒരു സ്ക്രീനിൻ്റെ ബാക്കിൽ ഇരുന്ന് ജനങ്ങളോട് പ്രസൻറ്റ് ചെയ്ത് യൂട്യൂബിൽ നിന്ന് പണം സമ്പാദിക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഒരു റവന്യൂ കൊണ്ടുപോകുന്ന ആളല്ല.
എൻ്റെ മുമ്പിലേക്ക് 100 കണക്കിന് ആളുകൾ വരുന്നു, ഞാൻ യാത്ര ചെയ്യുന്നു, അവർക്കൊക്കെ എനിക്ക് സാമ്പത്തികം കൊടുക്കേണ്ടി വരും, ഞാൻ കൊടുത്തിട്ടില്ല എങ്കിൽ ഞാൻ ശപിക്കപ്പെട്ടവനായിട്ട് പോകുന്ന രീതിയൊക്കെയാണ്. അവിടെ വളരെ സുതാര്യമായി 3 ലക്ഷം രൂപ അവർ പ്രവർത്തനങ്ങൾക്ക് നൽകി, ആ പൈസ എടുത്ത് പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് അവർ കൃത്യമായി ഓഡിറ്റിങ്ങിൽ ബോധ്യപ്പെടുത്തി അവിടുത്തെ ജനങ്ങളെ കാണിച്ചു കൊടുത്ത് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു. പക്ഷേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ചില പ്രവാസി ആളുകൾക്ക്, 4-5ഓളം ആളുകൾക്ക് അവിടുത്തെ ചില കമ്മിറ്റിയിലെ ആളുകളോടുള്ള പൊളിറ്റിക്കൽ റിവെഞ്ച്, രാഷ്ട്രീയപരമായിട്ടുള്ള വ്യക്തിഹത്യ, ഒരേ പാർട്ടിയിൽപ്പെട്ട ആളുകളായിരുന്നു. അതേപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ സംശയത്തിലൂടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഒന്ന് മോശമാക്കണം. അതോടൊപ്പം തന്നെ അവിടുന്ന് ഒരു സുബൈദ എന്ന് പറയുന്ന ഒരു സ്ത്രീ വിളിച്ച് പറഞ്ഞത് 50 ലക്ഷം രൂപ കുട്ടിക്ക് മാറ്റി വെച്ച് ബാക്കി പൈസ ആർക്ക് കൊടുക്കണം? പൊതുസമൂഹത്തിന്, അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കണം. അപ്പൊ നമ്മുടെ അടുത്തൊരു സ്റ്റാൻഡ് എന്താണ്? ആ കുട്ടിക്ക് നാളെ പൈസ ആവശ്യം വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾ പിടിച്ചോളാം. അതായത് 10 ലക്ഷം രൂപ പെൻഡിങ് ഉള്ള സമയത്ത് 1 രൂപ കൊടുക്കാൻ പറ്റാത്ത ആളുകൾ, സാറ് കേൾക്കണം, 1 രൂപ കൊടുക്കാൻ പറ്റാത്ത ആൾ പിന്നീട് പറയാണ് ആ കുട്ടിക്ക് പിന്നീട് എന്തെങ്കിലും വരികയാണെങ്കിൽ ഞങ്ങൾ ഇത് എത്രയോ കണ്ടവരാണ്, ഞങ്ങൾ ഇത് എത്രയോ ചെയ്തവരാണ്, ഞങ്ങൾ ഇവിടുത്തെ പൊതുപ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ ഇതിനെ മോശമാക്കാനും അപമാനിക്കാനുമുള്ള വലിയ ശ്രമം നടന്നു. ആ സമയത്താണ് വീണിടം സ്വർഗലോകം എന്ന് പറഞ്ഞ പോലെ രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ ഇന്നോവയുടെ വിവാദം വലിയ തരത്തിലേക്ക് കൊണ്ടുപോയി വൈറലായി ചാനലുകൾ ഏറ്റെടുത്തു. പ്രത്യേകം നന്ദി എനിക്ക് പറയാനുണ്ട്. ഷമീർ കുന്നമംഗലത്തെ 10% കേരളത്തിൽ അറിഞ്ഞത്. ഇന്ന് എല്ലാ സ്ഥലത്തേക്ക് അറിയാനും, ഞാൻ പോകുന്ന സമയത്ത് എന്നെ മനസ്സിലാക്കാനും ഐഡന്റിഫൈ ചെയ്യാനും എന്നെ വൈറലാക്കിയ ഓരോ പ്രിയപ്പെട്ടവർക്കും ഞാൻ ആദ്യമായിട്ട് നന്ദിയും സ്നേഹവും അറിയിക്കാം. ചിലപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി ആയാലും പോസിറ്റീവ് പബ്ലിസിറ്റി ആയാലും പലർക്കും നല്ലതാണ്. ഇത് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ സമയത്താണ് കറകപത്തൂരിൽ വെച്ച് 4 ദിവസം മുന്നേ അൽബാബു എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകൻ എന്ന മേലങ്കി അണിഞ്ഞ മാധ്യമ പ്രവർത്തനത്തെ വ്യഭിചരിക്കുന്ന, മറ്റുള്ളവരുടെ കൈകളിൽ നിന്ന് പണം വാങ്ങി ആളുകളെ തകർക്കാനും മോശമാക്കാനും വാർത്തകൾ പടച്ചുവിടുന്ന പെയ്ഡ് ന്യൂസ് മാധ്യമ പ്രവർത്തകനായ അൽബാബുവും, അതോടൊപ്പം തന്നെ കുന്നമംഗലത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന, ഒരു കാലത്ത് എൻ്റെ കൂടെയൊക്കെ പ്രവർത്തിച്ചിരുന്ന, അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ സാമ്പത്തികമായി സഹായിച്ചിരുന്ന, 2012 ഒരാൾ പോലും അദ്ദേഹത്തെ അംഗീകരിക്കാത്ത സമയത്ത് എൻ്റെ നാട്ടിലേക്ക് ഒളിച്ചു വരുത്തി മൊമന്റോയും പൊന്നാടയും നൽകിയിട്ടുള്ള നൗഷാദ് തെക്കേൽ എന്ന് പറയുന്ന എൻ്റെ നാട്ടിലെ, എൻ്റെ കുന്നമംഗലം പഞ്ചായത്തിലെ പൊതുപ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന ആ ആളും കൂടെ, അതോടൊപ്പം തന്നെ മിറർ കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ സെലീൽ എന്ന് പറയുന്ന ഒരാൾ കൂടി, എന്നും അവൻ സെലീൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് വൈറലായി യൂട്യൂബിൽ നിന്ന് പൈസ സമ്പാദിക്കുന്ന ഒരാളാണ്. അവർ 3 പേരും കൂടെ അവിടെ വിമതരായിട്ടുള്ള ആളുകളെ വെച്ച് പ്രതിരോധ സംഗമം എന്ന് പറയുന്ന 1000 ആളുകളെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്തുന്നു എന്ന് അവകാശപ്പെട്ട പരിപാടി നടത്തും. അവിടെ പങ്കെടുത്ത ആകെ 2 പേരാണ്. ഒന്ന് സുബൈദയും, ഏതൊരു അബു എന്ന് പറയുന്ന ആളും, പിന്നെ വേറൊരു മുജീബ് കറകപത്തൂരിന്റെ അനിയനും അടക്കം. ആ കമ്മിറ്റിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ല, ആ കുടുംബത്തിനോട് കാര്യങ്ങൾ ചോദിക്കാനില്ല, ഒന്നുമില്ല. വളരെ മോശകരമായി ഷമീർ കുന്നമംഗലത്തിന്റെ ചാരിറ്റി തട്ടിപ്പ് പുറത്ത് എന്ന് പറഞ്ഞ് മോശകരമായിട്ട് ഇവർ വീഡിയോ എടുത്ത് ജനങ്ങളെ മുന്നിലേക്ക് പങ്കെടുക്കും. പക്ഷേ നൗഷാദും അൽബാബും ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് മക്കളുണ്ട്. അൽബാബുവിന്റെ ഭാര്യ മലബാർ ഗോൾഡിൽ എവിടെ പണിയെടുക്കുന്ന ആളാണ്. നിങ്ങൾക്ക് മക്കളുണ്ട്, നൗഷാദ് തെക്കേലിന് മക്കളുണ്ട്, അതേപോലെ മറ്റുള്ള ആളുകൾക്കൊക്കെ മക്കളും കുടുംബങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ കണ്ണീരെന്ന് പറയുന്നത്, കൊടും ചതി എന്ന് പറയുന്നത്, നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് കറകപത്തൂരിൽ നിങ്ങൾ എനിക്കെതിരെ വീഡിയോ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ, കുത്തിത്തിരിപ്പിന് ശ്രമം നടത്തുമ്പോൾ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്, കായംകുളത്ത് സെബീന എന്ന് പറയുന്ന 36 വയസ്സുള്ള പ്രിയപ്പെട്ടവളുടെ സങ്കടം കരൾ മാറ്റി വെക്കണം എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യുകയായിരുന്നു. നിങ്ങളിവിടെ എനിക്കെതിരെ പടക്കോപ്പുകൾ കെട്ടുമ്പോൾ മറ്റുള്ളവന്റെ വക്കാലത്ത് വാങ്ങി പണം വാങ്ങി ജീവിത സമ്പാദനത്തിന് വേണ്ടി തകർക്കാൻ നോക്കിയപ്പോൾ കായംകുളത്ത് റംസാൻ നോറ്റ് ഞാൻ ബെൽറ്റിട്ട് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് അവിടെ ജനങ്ങളെ സംഘടിപ്പിക്കുകയാണ് ഈ സെബീനയ്ക്ക് വേണ്ടി കരൾ മാറ്റി വെക്കാൻ. അന്ന് വൈകുന്നേരമാണ് സെബീനയുടെ വീഡിയോ ഞാൻ പുറത്തുവിട്ടത്. ഞാൻ ഇപ്പോഴും തറപ്പിച്ച് പറയുന്നു, നിങ്ങൾ അതിൻ്റെ പിന്നിൽ എന്നെ മോശമാക്കാൻ, എൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന പാവപ്പെട്ടവരുടെ മനസ്സിലേക്ക് നെഗറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നിങ്ങൾ അനുഭവിക്കും. അത് അനുഭവിക്കാതെ നിങ്ങളുടെ മക്കൾക്ക് വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥനകൾ. അത് വന്നതോടുകൂടി അവിടുത്തെ ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് ആളുകൾ പൈസ അയക്കുന്നത് കുറഞ്ഞു. 1 രൂപയെങ്കിലും ആരുടെയെങ്കിലും മനസ്സിൽ നിങ്ങൾ കാരണം സഹായം കിട്ടാതായി പോയിട്ടുണ്ടെങ്കിൽ, നാളെ നിങ്ങളൊക്കെ മുസ്ലിം വിശ്വാസികളാണല്ലോ,
മുസ്ലിം നാമധാരികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളാണല്ലോ നിങ്ങളൊക്കെ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളാണെന്നൊക്കെ നൗഷാദ് പറയുന്നത്. നിങ്ങളുടെ വാക്കുകൊണ്ട് ഈ ഒരു പ്രവർത്തനം കൊണ്ട് മോശം വാർത്ത പ്രചരിപ്പിച്ചത് കൊണ്ട് സെബീനയുടെ കുടുംബത്തിന് കിട്ടേണ്ട ഒരു രൂപ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മറുപടി പറയേണ്ടി വരും. നാളെ നിങ്ങൾ എത്ര വലിയ ആളുകളായാലും നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് എനിക്ക്. ഈ പ്രിയപ്പെട്ട അൽബാബു ആയാലും ശരി, ബാക്കിയുള്ള ആളുകളൊക്കെ ആയാലും എനിക്ക് അവരെ ഏറ്റവും കൂടുതൽ സംശയം മനസ്സിലായത് അവരുടെ ഒരു മുക്കൂട്ട് മുന്നണി ഞാൻ നോക്കുന്ന സമയത്ത് ഒന്ന് സലീലിന്റെ ഏറ്റവും അടുത്ത ആളാണ് പ്രിയപ്പെട്ട നൗഷാദ് തെക്കേൽ എന്ന് പറയുന്നത്. സലീല് അതേപോലെ തന്നെ അൽബാബു എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കാലമായി അൽബാബുവിനെ കുറിച്ച് കാണുന്നു. പീപ്പിൾ ഓഫ് വോയിസ് കേരള അല്ലായിരുന്നു അവൻ, നവകേരളം എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിന്റെ കാര്യം. ഫിറോസ് കുന്നംപറമ്പില് മഞ്ചേരിയിൽ വീട് കൈമാറ്റം ചെയ്യാൻ വരുന്ന സമയത്ത് ഫിറോസ് കുന്നംപറമ്പിലിനെ മീഡിയ പ്രൊമോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളായിരുന്നു ഈ അൽബാബ്. ഒരു സാധനം കമ്പ് കഷ്ണാണ്, പൂളക്കൊമ്പും പിടിച്ചിട്ടാണ് അവൻ വരിക. ഒരു പൂളക്കമ്പ്, ഞാനിവിടെ വലിയ മാധ്യമ പ്രവർത്തകനാന്ന് പറഞ്ഞ് ഒരു കമ്പും കയ്യിൽ പിടിച്ചിട്ടാണ് അവൻ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നത്. എന്നിട്ട് ഫിറോസ് കുന്നംപറമ്പിന്റെ വീടിന്റെ അവിടത്തൊക്കെ പോയിട്ട് ആളുകളെ കണ്ണീരെടുക്കും. ഫിറോസ് കുന്നംപറമ്പിൽ നന്മമരമാണ്, ഒക്കെ ശരിയായിരിക്കാം, നന്മമരമാണ് എന്ന് പറയും. ഒരു പബ്ലിക് മീഡിയ പ്രൊമോഷന് വേണ്ടി നിന്നാണ്. പിന്നീടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരനായ നൗഷാദ് തെക്കേലിന്റെ കൂടെ, അതേപോലെ തന്നെ പ്രിയപ്പെട്ട പിന്നെ ഓരോ ആളുകളെയും കൂടെ ഞാൻ ഓരോരുത്തരും കാണും. നൗഷാദിനെ ഞാൻ കണ്ടത് പ്രിയപ്പെട്ട ഫിറോസ് ഖാന്റെ കൂടെ, അതുപോലെ സലീലിന്റെ കൂടെ, അങ്ങനെ ഓരോ ആളുകളെ കൂടെ ഇവർ മാറി മാറി നിൽക്കുക. ഇവരെ പരിപാടി എന്താന്ന് വെച്ചാൽ പണം വാങ്ങുക, മറ്റുള്ളവനെ മോശമാക്കാനുള്ള കൊട്ടേഷൻ എടുക്കുക, അവരെ മാനസികമായി തകർക്കുക, അവർക്കെതിരെയുള്ള പിന്നെ കഥകൾ മെനയുക. അതായത് ഒരു കമ്പനിക്കെതിരെ ആരെങ്കിലും ഒരാൾ വാർത്ത കൊടുക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആ കമ്പനി ആ വാർത്ത കൊടുത്തവനെ പിന്നെ മോശമാക്കാൻ വേണ്ടി മറ്റുള്ള ആളുകളെ രംഗത്തിറക്കും. ആ രംഗത്തിറക്കി പണിയെടുത്ത് പണം വാങ്ങി ആ പറയുന്ന വാർത്തകളെ ജനങ്ങളുടെ ഇടയിൽ വ്യാജമായി പ്രചരിപ്പിച്ച് ആ ആളുകളെ മോശമാക്കുക, അപമാനിക്കുക. ഇതാണ് ഇവരെ പരിപാടി. പെയ്ഡ് ന്യൂസ്. ആദ്യം നൗഷാദ് പോയിട്ട് സങ്കടങ്ങൾ പറയും. നൗഷാദ് പോയിട്ട് സങ്കടങ്ങൾ പറഞ്ഞിട്ട് അറിയാത്ത പോലെ ആരെ കൊണ്ടുവരും? അൽബാബുവിനെ കൊണ്ടുവരും. അല്ലെങ്കിൽ ആദ്യം മിറർ കേരളയുടെ സെലിയിൽ പോകും, ഒരു വീഡിയോ എടുക്കും, ഒരു രോഗിന്റെ അല്ലെങ്കിൽ തട്ടിപ്പിന്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഥകളൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ഇവൻ അവന്റെ ടീം എന്ന് പറഞ്ഞ ടീം അല്ലാത്ത രൂപത്തിലേക്ക് ചാനലുകാരാണ് പറഞ്ഞ് മനുഷ്യാവകാശ പ്രവർത്തകരാന്ന് പറഞ്ഞ് ഇവരെ ഇതേ ടീം ഒരേ കാറിലാണ് വരിക. ആദ്യം ഒരു ടീം എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കും, 2-3 ആളുകളെ പിന്നീട് അതേ കാറിലുള്ള ആളുകൾ വന്ന് ഇത് വലിയ തരത്തിലേക്ക് കോംപ്രമൈസ് ആക്കാനുള്ള ശ്രമം നടത്തും. സെറ്റിൽമെന്റ് പൊളിറ്റിക്സ് നടത്തി ഓൺലൈൻ മാധ്യമ പ്രവർത്തനത്തെ വ്യഭിചരിക്കുന്ന അൽബാബിനെ പോലെയുള്ള ആളുകളെ കുറ്റിച്ചൂലെടുത്ത് പൊതുസമൂഹം അടിച്ചിട്ടില്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തനം വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് പോകും. ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊടുക്കുന്ന ഈ സമ്പ്രദായം കേരളത്തിലെ മലയാളികൾ ഇവരെ തട്ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെല്ലാവരുടെ അടുത്ത് പോവുക ചെയ്യാം. എന്നിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നടത്തുന്ന ഒരു വലിയ പൊളിറ്റിക്സും വലിയ സാമ്പത്തിക ഇടപാടുമാണ് ഈ മൂന്ന് ഇവർ മാത്രമല്ല, ഇനി ഇവരെ കൂടെ ആളുകളുണ്ട്. കേരളത്തിലെ ദൃശ്യമാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കണം, ഇവർക്കൊരു യൂണിയൻ സംവിധാനം പോലുമില്ല, ഒരു ഐക്യകണ്ഠേന ഒരു യൂണിയൻ ഒന്നുമില്ല. ആർക്കും എന്തും തോന്നുന്നത് ഒരു പൂളക്കൊമ്പ് വെച്ച് ചെയ്യാവുന്ന രൂപത്തിലേക്ക് അൽബാബു ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തനത്തെ വ്യഭിചരിച്ചു എന്നുള്ളത് ആ ഒരൊറ്റ കാരണം കൊണ്ട് മനസ്സിലാകും. അല്ലെങ്കിൽ അൽബാബു ഏറ്റെടുക്കട്ടെ, കായംകുളത്തെ സെബീനയുടെ 40 ലക്ഷം രൂപ അൽബാബു വീട് വിറ്റ് കൊടുക്കട്ടെ, നൗഷാദ് തെക്കേൽ വീട് വിറ്റ് കൊടുക്കട്ടെ, മിറർ കേരള യൂട്യൂബിൽ വീഡിയോ ചെയ്ത് അവർക്ക് കൊണ്ടുവരട്ടെ. ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടെ താങ്കളോട് പറയാം. താങ്കൾ ഒരു വക്കീലാണ്, അഭിഭാഷകനാണ്. ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കാനും ഒക്കെ താങ്കൾക്കും ബാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിയമം അറിയുന്ന വ്യക്തിയാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനും താങ്കൾക്ക് കഴിയും. അൽബാബു നൗഷാദ് എന്നൊക്കെ പറയുന്ന ആളുകളെ താങ്കൾക്ക് നേരത്തെയും അറിയാം. അവർ നടത്തിയിരുന്ന പിന്നീടാണ് അയാളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഇനിയെങ്കിലും ഞാൻ പറയുന്നു, ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ പ്രതികരിക്കാൻ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെ നടപടി സ്വീകരിക്കാൻ താങ്കൾക്കും ബാധ്യതയുണ്ട്. ആ ഒരു ബാധ്യത താങ്കൾ ഏറ്റെടുക്കണം എന്നാണ് എനിക്കൊരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നത്, കാരണം സമയം കുറച്ച് വൈകിപ്പോയി, സംസാരിച്ച് കാര്യങ്ങൾ കുറച്ച് കൂടി വന്നു. എന്നാലും എനിക്ക് പറയാനുള്ളത്, ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, താങ്കളൊരു അഭിഭാഷകനാണ്. ഞാൻ നേരത്തെ താങ്കൾ മറ്റേ ആ ഒരു വഴിക്ക് സഞ്ചരിക്കാതെ ഒരു അഭിഭാഷകനായിട്ട് ആ വഴിക്ക് സഞ്ചരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത്തരം ഒരു വഴിയിലൂടെ സഞ്ചരിക്കാനുണ്ടായ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിൽക്കാനുണ്ടായ ഒരു സാഹചര്യം
ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ പൊതുപ്രവർത്തന മേഖലയിൽ നിറസാന്നിധ്യമായി പ്രവർത്തിച്ചതാണ്. 14 വയസ്സ് മുതൽ KSUവിലൂടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നതാണ്. നാട്ടിൽ എന്ത് പരിപാടികൾ നടന്നാലും ഞാൻ വായനശാല നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ചെറുപ്പത്തിൽ. അവിടുത്തെ റോഡ് പൊളിഞ്ഞതുകൊണ്ട് പഞ്ചായത്തിലേക്ക് നാട്ടിലുള്ള ആളുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മാർച്ച് നടത്തിയ നേതൃത്വം കൊടുത്ത ആളാണ്. അവിടുത്തെ റോഡ് നിർമ്മാണത്തിന് അന്നത്തെ PJ ജോസഫ് ആയിരുന്നു മന്ത്രി. അദ്ദേഹത്തെ കൊണ്ടുവന്ന് റോഡ് നിർമ്മാണം, റോഡ് നടത്തി, ഉദ്ഘാടനം നടത്തി പ്രവർത്തനങ്ങൾക്ക് ചെറുപ്പം മുതലേ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് താല്പര്യവും ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഒരു വല്ലാത്തൊരു ലഹരിയായി ആത്മസംതൃപ്തിയിൽ പോയിട്ടുള്ള ഒരാളാണ്. എൻ്റെ കാലഘട്ടത്തിൽ തന്നെ 2014 എൻ്റെ കല്യാണം നടന്നത് എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഓൺലൈൻ മീഡിയ. അന്ന് കല്യാണത്തിന് നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ്. അന്ന് എൻ്റെ ആർഭാട കല്യാണം ഒഴിവാക്കി വലിയൊരു പൈസ കല്യാണത്തിന് മാറ്റി വെച്ചിട്ട് ക്യാൻസർ രോഗികൾക്കും കിഡ്നി രോഗികൾക്കും പരസ്യമായി എൻ്റെ നാട്ടിൽ വെച്ച് എൻ്റെ ഉമ്മയുടെയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും കൈകളിൽ നിന്ന് കൊടുത്ത ഒരാളാണ് നിലവിൽ ഞാൻ. അങ്ങനെ പൊതുപ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്നു, രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോകുന്നു. അതിൻ്റെ കൂടെ തന്നെയാണ് നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. 2020 കോവിഡ് വന്ന സമയത്താണ് ഹൈക്കോടതി പൂട്ടി. ഹൈക്കോടതിയിലായിരുന്നു പ്രാക്ടീസ്. നാട്ടിലെത്തി ആളുകൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഭക്ഷണങ്ങളും കിറ്റുകളും പച്ചക്കറി കിറ്റുകളും മരുന്നുകളുമായിട്ട് അറിയാതെ ഓൺലൈൻ സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് വന്ന് ചേർന്നതാണ് ഞാൻ. അങ്ങനെ വന്നു ചേർന്ന ഒരാൾ, നിങ്ങളെപ്പോലെ ഒരാൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിച്ചു, ഒരു വീടിന് വേണ്ടി അത് നടപ്പിലാക്കി. പിന്നെ 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 ഓരോന്നെടുത്ത് എവിടെ നിന്ന് തുടങ്ങി എവിടെ ഏകദേശം മനസ്സിലാവുന്നില്ല. ഇപ്പോൾ 3 കോടിയാണ് ഇപ്പം ഇങ്ങനെ കളഞ്ഞു നിൽക്കുന്നത്. ഞാൻ താങ്കളോട് ചോദിക്കാം, ഞാൻ എൻ്റെ മനസ്സിൽ കരുതി ചോദിച്ചു, ഏകദേശം എത്ര കോടി രൂപയുടെ ചാരിറ്റി പ്രവർത്തനം ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നിർമ്മിച്ചു? നമ്മൾ കൃത്യമായ ഒരു കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ആയിരക്കണക്കിന് ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ തന്നെ കാണുന്നുണ്ട്. അത് വീഡിയോ ചെയ്യാതെ നമ്മൾ ആയിരക്കണക്കിന് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. എക്സസ് വന്ന ഫണ്ടിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആളുകൾ നമ്മളെ ഏൽപ്പിക്കുന്ന ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ചെയ്തുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് ഈ ഒരു പ്രായത്തിൽ സാധിച്ചു എന്നുള്ളത് വലിയ അഭിമാനകരമാണ്. ഈ ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന താങ്കളെ പോലുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഇവിടെ ഇന്നോവ സ്വീകരിച്ച ഒരു ജാഗ്രത കുറവാണെന്ന് താങ്കൾ പറഞ്ഞു. ആ ഒരു ജാഗ്രത കുറവ് നിങ്ങൾക്ക് ഒഴിവാക്കാറുണ്ട്. എന്തുകൊണ്ട് അത്തരത്തിലൊരു കഴിവ് സംഭവിച്ചു? തീർച്ചയായിട്ടും ഒരുപാട് ആളുകളെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ചാരിറ്റി എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ ആരെയും അറിയിക്കാറില്ല. ഞാൻ രഹസ്യമായിട്ട് ചെയ്യാറ്. എന്നെ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നത്, ഞാൻ ചെയ്യുന്നത് അതാത് നാടുകളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് എൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ കോർഡിനേറ്റ് ചെയ്ത് സമാഹരിച്ച് അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ കൊടുക്കാനാണ്. എനിക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങൾ വേണം, വളരെ പെട്ടെന്ന് എത്തേണ്ടി വരും. അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു ഭക്ഷണ കിറ്റ് കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ഡയാലിസിസിൻ്റെ മെഷീൻ, അല്ലെങ്കിൽ ഒരു അതിനാവശ്യമായ ഉപകരണങ്ങൾ കൊടുക്കുന്ന ചാരിറ്റി പ്രവർത്തനമല്ല. അത് ചെയ്യുന്നത് കൂടെ തന്നെ ഞാൻ കുന്നമംഗലത്ത് എടുക്കുമ്പോൾ എനിക്ക് പോകേണ്ടി വരും തിരുവനന്തപുരത്തായിരിക്കും, ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലായിരിക്കും, ബാംഗ്ലൂർ നാരായണ ഹോസ്പിറ്റലായിരിക്കും, വെല്ലൂരായിരിക്കും, കാസർഗോഡായിരിക്കും, മംഗലാപുരമായിരിക്കും, എറണാകുളമായിരിക്കും. ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? സമൂഹത്തിന് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി. അവർ നല്ല ഉദ്ദേശത്തിൽ ഈ ഒരു സംവിധാനം സ്നേഹ സമ്മാനമായി നൽകി. നമ്മൾ നൽകിയതേ കണ്ടുള്ളൂ, നമ്മൾ കൊടുത്തെന്ന് കാണില്ല. സാർക്ക് അറിയുമെന്നറിയില്ല, എൻ്റെ നാട്ടിലൊക്കെ വയല് പറയുന്ന ആളുകളുണ്ട്. പരിപാടി നടത്തുമ്പോൾ പള്ളി കമ്മിറ്റിയുടെ ഒക്കെ നേതൃത്വത്തിൽ വയല് പറയുമ്പോൾ പ്രാസിംഗർ വരും. ആ പ്രാസിംഗർ വരുമ്പോൾ രാത്രി അവർക്ക് ഭക്ഷണവും കൊടുക്കും, അവർക്കൊരു പൈസയും കൊടുക്കും. കേരളത്തിലെ വലിയ വയല് പറയുന്ന മതപ്രഭാഷണം നടത്തുന്ന വലിയ ആളുകളുണ്ട്. അവർക്കൊക്കെ ലക്ഷം രൂപയാണ് ചെലവ് കൊടുക്കുന്നത്. അവർ വയല് പറഞ്ഞു പോകുമ്പോൾ അവരെ കയ്യിലേക്ക് പൈസ കൊടുക്കുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലെക്സുകൾ, ഇന്ന ആൾ പ്രസംഗിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഫ്ലെക്സുകൾ വെക്കുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള സൗണ്ടുകൾ സിസ്റ്റം വർക്കൗട്ട് ചെയ്യണം. എവിടെയെങ്കിലും ഖുർആനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മത രീതിയിലോ മത സംവിധാനത്തിലോ ദീനി പ്രബോധനത്തിന് വരുന്ന ആളുകൾ സാമ്പത്തികം വാങ്ങണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവർ അള്ളാഹുവിൻ്റെ മതം പരിപോഷിപ്പിക്കാൻ, ധാർമ്മികത ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കാൻ, ദീനി കാര്യങ്ങൾ പറയാൻ വേണ്ടി വരുന്ന ആളുകൾ പണം വാങ്ങാതെ പോയിട്ടുണ്ടോ? എനിക്കറിയില്ല. കുറച്ച് ആളുകളായിരിക്കും കൊടുക്കുക. പല അധികം ആളുകളും ലക്ഷക്കണക്കിന് രൂപ, അല്ലെങ്കിൽ ആ പൈസ ആരുടേതാ സാറേ? പ്രത്യേക സ്പോൺസർഷിപ്പ് കിട്ടിയല്ല, ഏതെങ്കിലും സ്ഥാപനം സ്പോൺസർ ചെയ്തതല്ല. ആ നാട്ടിലുള്ള മതവിശ്വാസികളുടെ കമ്മിറ്റികളുടെ. ഈ പൈസ വാങ്ങുന്ന ഈ ഉസ്താദുമാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഈ പൈസ വേണ്ട, ഞാൻ ട്രെയിനിൽ പോയിക്കോളാം,
ഞാൻ ബസ്സിൽ പോയിക്കോളാം, ഞാൻ മോട്ടോർ ബൈക്കിൽ വന്നോളാം, ഞാൻ സൈക്കിൾ ഓടിച്ച് വന്നോളാം, ഞാൻ ജുബ്ബ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഇട്ട് വന്നോളാം, ആ പൈസ ആ നാട്ടിലുള്ള മദ്രസയുടെ കാര്യങ്ങൾക്ക്, ആ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ആ നാട്ടിലുള്ള പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി കൊടുത്തോളൂ എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. വലിയ ഉസ്താദുമാര്, സ്വാമിമാര്, വലിയ അറിയപ്പെടുന്ന ആളുകൾക്കൊക്കെ ആളുകൾ വലിയ കാറുകൾ കൊടുക്കുന്നതാണ്. അതൊന്നും തെറ്റല്ല, അവർ സന്തോഷത്തോടു കൂടി കൊടുക്കുന്നു, അവർ സ്വീകരിക്കുന്നു. പക്ഷെ ഇവർ പറയുന്നത് രോഗിയുടെ പൈസ ആണ് എന്ന് പ്രചരിപ്പിച്ചിട്ടാണല്ലോ നമ്മളെ ഇന്നോവ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ഇത്തരം പൈസകള് നിങ്ങൾക്ക് കിട്ടുമ്പോൾ, ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോൾ അവരാരും ഇത് തിരിച്ചു കൊടുക്കാൻ മുന്നോട്ട് വരുന്നു. എന്നിട്ട് അവർ പറയുന്നത് ആ പൈസകളൊക്കെ ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാണ്. എൻ്റെ നാട്ടിൽ പോകുമ്പോൾ ഞാൻ എടുപ്പെടുന്ന ആളുകൾ ഞാനും അതല്ലേ ചെയ്യുന്നത്. ഞാൻ യാത്ര ചെയ്യുന്നത്, കാറിൽ സഞ്ചരിക്കാൻ, എന്നൊന്ന് സേഫ് ആക്കാൻ, സുരക്ഷിതത്വം കിട്ടാൻ, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവരെ എനിക്ക് കാറ് നൽകുന്നത്. ആർക്ക് വേണ്ടി? സമൂഹത്തിന് വേണ്ടി ഓടി നടക്കുന്ന സമയം. അപ്പം ഒരാൾക്ക് വേറൊരു നീതി, മറ്റൊരാൾക്ക് മറ്റൊരു നീതി എന്നുള്ള രൂപത്തിലുള്ള ഒരു സമീപനമാണ് ചില ആളുകൾക്കെങ്കിലും മനസ്സിലുള്ളത്. യത്തീംഖാന പിരിവിന് വേണ്ടി നമ്മളെ വീട്ടിലേക്ക് ഒരാൾ റിസീവർ വരുമ്പോൾ, എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് അറിയില്ല, 100 രൂപ പിരിച്ചാൽ 40 രൂപ ആർക്കുള്ളതാണ്? പിരിവാറുള്ളതാണ്. ഏതെങ്കിലും യത്തീംഖാനയോ കമ്മിറ്റിയോ പറഞ്ഞിട്ടുണ്ടോ ആ പൈസയിൽ നിന്ന് നിങ്ങൾ എടുക്കരുത്, ഞങ്ങൾ നിങ്ങൾക്ക് എന്താക്കിയോളാം, സാലറി തരാം എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇത് പിരിക്കുന്നതിന് അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കുന്നതിനൊക്കെ കമ്മീഷൻ ഇപ്പൊ ഞാൻ കമ്മീഷൻ എടുക്കുകയാണെങ്കിൽ 3,30,00,000 രൂപ ഞാൻ പിരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര എടുക്കാൻ സാറേ? എനിക്ക് രഹസ്യമായിട്ട് അവര് എനിക്ക് പൈസ തന്നിരുന്നെങ്കിൽ എനിക്ക് ഇന്നോവ എടുത്തുകൂടായിരുന്നു. എനിക്ക് അവരോട് പറഞ്ഞുകൂടായിരുന്നോ 50 ലക്ഷം രൂപ ഞാൻ ഏറ്റെടുക്കാം, എനിക്ക് ഇത്ര ലക്ഷങ്ങൾ വേണം. അപ്പൊ സത്യസന്ധമായി ജനങ്ങളെ മുമ്പിലേക്ക് പരസ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചും ഇടപെട്ടിട്ടും ഇത് തകർക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയാണ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി ചാരിറ്റി പലർക്കും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഈ ചാരിറ്റി പ്രവർത്തനത്തെ അവസാനിപ്പിക്കണം. ഇങ്ങനെ മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നമാകുമെന്നുള്ളത് കൊണ്ടാണ് സമൂഹം ആ കണ്ണിലൂടെ കാണുന്നതിന് മുമ്പേ വ്യാജ വാർത്തകൾ നമ്മുടെ എതിരാളികളും ഇത്തരം മോശകരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ താല്പര്യമുള്ളവരും അത് ശ്രമിക്കുമ്പോൾ അത് വിജയിക്കുന്ന രീതി. പക്ഷെ ആത്യന്തികമായി അത് വിജയിക്കാൻ സത്യം തന്നെയായിരിക്കും. സത്യസന്ധമായി പ്രവർത്തനങ്ങൾ തുടരും. എനിക്ക് പറ്റാവുന്ന തരത്തിൽ പൊതുസമൂഹം കൂടെ ഉള്ളിടത്തോളം കാലം, ജനങ്ങൾ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ പ്രവർത്തനങ്ങൾ തുടരുക തന്നെ ചെയ്യും. കൂടെ ഉണ്ടാകണം. താങ്ക് യു.